നിങ്ങൾക്കറിയാം, വിഴിഞ്ഞത്തേക്ക് ഈ ലോഡ് കയറ്റിപ്പോയ ഒരു ലോറിയിൽ നിന്ന് പാറ വീണ് അനന്തു എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവം. അപ്പോൾ സത്യമായി വളരെ സങ്കടകരമായ സാഹചര്യമാണ്. ഇന്ന് ജില്ലാ കളക്ടർ വിളിച്ചൊരു സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം ഈ അനന്തുവിന്റെ പിതാവ് നമ്മോട് പറഞ്ഞ ഒരു കാര്യം, മകന്റെ മരണത്തെക്കാൾ വലുതായിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കേസിനൊന്നും പോകുന്നില്ല, നഷ്ടപരിഹാരമല്ല വലുത്, മകൻ നഷ്ടപ്പെട്ടു പോയി എന്ന് ദുഃഖാർത്ഥനായ ഈ പിതാവ് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ പിതാവിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. കടവും കാവലും വാങ്ങിച്ച് അവനെ പഠിപ്പിക്കണം. അവൻ്റെ ആഗ്രഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു. തീരാതെ ഈ വർഷം തീരേണ്ടതാണ്. അവന് വീട്ടിനടയിൽ ഒരു ബോർഡ് വയ്ക്കണം, അവൻ്റെ പേര് ബോർഡ് വയ്ക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ബാക്കിയാക്കിയിട്ടാണ് മോൻ പോയത്. എനിക്ക് വന്ന നഷ്ടത്തിന് നിയമമായിട്ട് പോകാനോ വില പേശാനോ ആയിട്ടുള്ള തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പുറമേ നിന്നുള്ള അഭിപ്രായങ്ങൾ പത്രങ്ങളിൽ വരുന്നുള്ളത് കാണുന്നുണ്ട്. സംയുക്തമായിട്ടുള്ള അവരുടെ ഇതാണ് പത്രത്തിൽ കൂടി കാണുന്നത്. ഞാൻ ഒന്നിനും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നു. ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയ്ക്ക് വരാൻ സാധ്യത? ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന യോഗമല്ലേ, എന്താണ് അജീഷ് പറയൂ? ഇന്ന് 10 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് കൂടാതെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളും ഒപ്പം തന്നെ അദാനി പോർട്ട് അധികൃതരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ ചർച്ചയിൽ പ്രധാനമായി ഉന്നയിക്കുക ഈ അദാനി പോർട്ടിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഈ ടിപ്പർ ലോറികൾ, ഇതിൽ അമിത വേഗത, പിന്നെ അതുകൂടെ തന്നെ അമിത ഭാരം, ഇത് രണ്ടും നിയന്ത്രിക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഈ മിനിഞ്ഞാന്ന് അപകടം നടന്ന ഈ സ്ഥലത്താണ്. ഇവിടെ വെച്ചിട്ടാണ് അനന്തുവിൻ്റെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുഴിയിൽ വീണാണ് ഈ ടിപ്പറിലുണ്ടായിരുന്ന പാറക്കഷ്ണം അനന്തുവിൻ്റെ ശരീരത്തിലേക്ക്, അനന്തു സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് വീണത്. പിന്നീട് അവിടുന്ന് അനന്തു നിയന്ത്രണം തെറ്റി മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ പ്രദേശത്ത് നിരന്തരമായി ഇത്തരം അമിതഭാരം കയറ്റി വരുന്ന ടിപ്പർ ലോറികൾ വേഗത്തിൽ പോകുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളോടിപ്പോൾ ചില നാട്ടുകാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഈ പ്രശ്നം മുൻപ് ഉണ്ടോ? ഈ വേഗത ഈ പോർട്ട് വന്ന കാലം ഇപ്പോൾ ഏകദേശം 1.5-2 വർഷമായി കല്ല് കൊണ്ടുവരുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നടക്കുകയാണ്. ഞങ്ങൾ നിരവധി തവണ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ പല ചെറിയ അപകടങ്ങൾ ഉണ്ടാക്കിയപ്പോഴും പിന്നെ ഇവിടുത്തെ അവരുടെ പ്രവർത്തനം മൂലം നാട്ടുകാർക്ക് പൊടിശല്യം, രൂക്ഷമായ പൊടിശല്യം, ഈ വാഹനം പോകുന്ന റോഡ് തകർന്ന് ഈ റോഡിലൂടെ കൊണ്ടുപോകാവുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ്, അമിതഭാരം കൊണ്ടുപോകുന്ന കാരണം റോഡ് തകരുന്ന വിഷയം, ഇതെല്ലാം നേരത്തെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിഷയം. ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം വീണ്ടും മണ്ണിട്ട താൽക്കാലികമായിട്ട് അടച്ചതാണ്. താൽക്കാലികമായിട്ട് കുറച്ച് മണ്ണ്, അത് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, അതിനുശേഷം അടച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഈ അപകടം എന്ന് പറയുന്നത് ഇവിടെ പതിവാണ്. ഈ വാഹനങ്ങൾ അമിത വേഗത്തിൽ ഇതുവഴി പോകുന്നത് നാട്ടുകാർക്ക് തന്നെ വലിയ പേടിയുണ്ടാക്കുന്നതാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ കുഴി ഇപ്പോൾ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം താൽക്കാലികമാണ്. ഇത്തരത്തിൽ പല കുഴികളും ഈ റോഡിൻ്റെ പല ഭാഗത്ത്, ഈ ബൈപ്പാസ് റോഡിൽ ഉണ്ട്. എങ്ങനെ നാട്ടുകാരും വലിയ ഭീതിയിലാണ് ഈ ടിപ്പർ ലോറിയുടെ അമിത വേഗതയ്ക്കെതിരെ. എന്തായാലും ഇന്ന് യോഗത്തിൽ ഈ നാട്ടുകാർ ഈ വിഷയമടക്കം ഉന്നയിക്കും. അതേപോലെ തന്നെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. SK.